നമസ്കാരം JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പത്മപ്രിയയാണ് JB ജംഗ്ഷനിലെ അതിഥി. പത്മപ്രിയയുമായി നമ്മൾ തുടങ്ങി വെച്ച സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഈ ഒരു ജംഗ്ഷനിൽ ഐ നീഡ് ടു ആസ്ക് യു കപ്പിൾ ഓഫ് കുറച്ചുകൂടി സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സപ്ലിമെന്ററി ആച്ചേ ഓക്കേ ഓക്കേ പാസ് ആകാൻ വേണ്ടി അല്ലേ? പാസ് ആവാൻ വേണ്ടി സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് പാസ് ആക്കണേ. ഒന്ന് നിങ്ങളാക്കാം. ഇത് പത്മപ്രിയയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ കൺഫെഷൻസ് ടേബിൾ. ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. ഞാൻ കറക്റ്റായിട്ട് കോട്ട് ചെയ്തു. അതായത് യു മേഡ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സെഡ് ഇങ്ങനെ പറഞ്ഞു. അതായത് കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ മലയാളി അല്ലാത്തത് കൊണ്ടാണ് എന്നെ മികച്ച നടിയുടെ അവാർഡിന് തിരഞ്ഞെടുക്കാത്തത്. മേ ബി കിട്ടാത്തത്. മേ ബി ഓക്കെ, യെസ് ഐ എം ആഡിങ് ദാറ്റ് മേ ബി. അപ്പം മേ ബി എന്ന് പറയാൻ കാരണം വെച്ചാൽ പത്മപ്രിയ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. യു ഡോണ്ട് വാണ്ട് ടു മേക്ക് എ റൂഡ് സ്റ്റേറ്റ്മെന്റ്, യു വാണ്ട് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എ നോൺ ഡേറ്റ ഡ്രിവൻ സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ്. ഉറപ്പില്ല, യു ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് സ്റ്റിൽ ഷുവർ അല്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ്? യു ഹാവ് എ സം സോർട്ട് ഓഫ് പോസിബിലിറ്റി അല്ലേ? പോസിബിലിറ്റി. തീർച്ചയായിട്ടും ആ പോസിബിലിറ്റി തെറ്റുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നത്തിങ് റോങ്. ഇഫ് ഇറ്റ്സ് എ കേരള സ്റ്റേറ്റ് അവാർഡ് ആൻഡ് ഇറ്റ് ഷുഡ് ഗോ ടു എ മലയാളി, അതിൽ ഒരു തെറ്റുമില്ല. What's wrong in that? Who said so? അതായത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഒരു ബൈലോയിലും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ലാന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ then it's situational then. അങ്ങനെ ഇല്ല. അതായത് മലയാളിക്ക് മാത്രമേ കേരള സ്റ്റേറ്റിൽ മികച്ച അവാർഡ് കിട്ടണുള്ളൂ, കൊടുക്കാൻ പാടുള്ളൊരു ബൈലോ ഇല്ല. ബൈലോ ഇല്ലെങ്കിൽ പിന്നെ then there is no problem then. Then there is a problem. Then there is a problem. Then there is a problem. If that was the reason. അത് റീസൺ ആണെങ്കിൽ then it's a problem. സപ്ലിമെന്ററി ഇനി വേണോ? അത് ചോദിച്ചു. അതിനർത്ഥം അതായത് ഇവിടെ ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, സം സോർട്ട് ഓഫ് ഒരു ഭാഷാപരമായൊരു വിവേചനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ പത്മപ്രിയ, യു ആൻഡ് മീ ടുഗദർ നീഡ് ടു ഫൈറ്റ് ദിസ്. ഐ ആം വിത്ത് യു ഹോൾ ഹാർട്ടഡ്. Why don't you take my support? ഒരു കാര്യം ആദ്യം എന്നോട് സപ്പോർട്ട് എടുത്തൂടാ? I am sure I have the support of everybody here. അതിൽ ഒരു പ്രശ്നമില്ല. അത് മാത്രമല്ല, if that year which you're talking about, I got the national award and the state award jury then asked for a special commemoration ceremony and all that. So we're not fighting all that. ഇത് ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഒരു കാര്യം ഇങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ലാഭം കിട്ടുമോ ഇല്ല അല്ല. ആദ്യം ആ വർഷം എന്ത് സംഭവിച്ചത് അവിടുത്തെ ഉള്ള ജൂറിയും അവിടുത്തെ ആൾക്കാരെ നിങ്ങൾ ആദ്യം ചോദിക്കണം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ മുമ്പ് JBയുടെ പ്രോഗ്രാമിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. And I think it was a very logical discussion. അതിൽ എനിക്ക് ഒരു ഇമോഷണൽ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. Do I feel hurt that I did not get the Best Actress Award? ഞാൻ പറയട്ടെ, ഒരു ബെസ്റ്റ് ആക്ട്രസിന് അവാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗിവൻ ഓൺലി ടു ദി ആക്ടർ, ഇറ്റ്സ് ഓൾസോ ഗിവൻ ടു ദി ഫിലിം. ആ സിനിമയിലെ നമ്മൾ കഥാപാത്രം ചെയ്ത് നമ്മൾ മാത്രം അഭിനയിച്ചു അതുകൊണ്ട് നമ്മൾക്ക് അവാർഡ് കിട്ടുന്നില്ല. ആ സിനിമയുടെ അപ്പുറത്ത് എത്ര ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ ഉണ്ടാക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ ഉള്ള ബഹുമാനം ഭയങ്കര ഇമ്പോർട്ടന്റ്. Whether you get an individual award or recognition, you are not that. For me, I don't think it is an individual award. No cinema award can be an individual award. ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടാതിരുന്നതിൽ അപ്പം ആ സിനിമയ്ക്ക് അംഗീകാരം കിട്ടാത്തത് പോലെയാണ്. സ്റ്റേറ്റ് അവാർഡ് മാത്രമേ. I have got best actress awards otherwise. പത്മപ്രിയക്ക് ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ ഒക്കെ ഉണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് ബേസിക്കലി നമ്മൾ എല്ലാവർക്കും ഉണ്ടാവേണ്ടേ? നമ്മൾ ഒരു സൊസൈറ്റിയിലല്ലേ താമസിക്കുന്നത്. എല്ലാവർക്കും തീർച്ചയായിട്ടും.